പാട്ടിന് മുമ്പ് ഒരു മിമിക്രി ചെയ്യണമായിരുന്നു. ഓ, അപ്പൊ നമ്മുടെ ഈ ഫ്ലോറിലേക്ക് കുറച്ച് താരങ്ങൾ വരുന്ന രീതിയിലേക്ക് ഞാൻ അവതരിപ്പിക്കാം. എഴുന്നേറ്റ് നിൽക്കണോ നിനക്ക്? ഒന്നും വിഷയമില്ല. ആദ്യത്തെ ആ ഇറുവിൽ എന്റെ തൊണ്ട പോയിട്ടുണ്ട്. ശബ്ദം ഉയർത്താൻ പറഞ്ഞതിൽ ആദ്യത്തെ താരം ആരാണെന്ന് നീ പറയാണ്ട് ചെയ്യണം. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ചെയ്യാൻ നിനക്ക് അനുവാദമുള്ളൂ. ശരി, അപ്പൊ വലിയ ടാസ്ക് ആണ്. അപ്പൊ നിങ്ങൾ സഹകരിക്കണം. കണ്ടുപിടിച്ചിട്ട് അവസാനം വേറെ ആരുടെയും പേര് പറയരുത്. ശരി, ഞാനത് ഐഷത്തുളിനെ ഏൽപ്പിക്കുന്നു. ഐഷത്തുൾ കണ്ടത് അത് ഏത് നടനാണ് കേട്ടോ. അമ്മയ്ക്ക് കൊടുത്ത് ന്യൂസ് 18 ആ താരം വരികയാണെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഈ പിള്ളേർ ഓണത്തിലേക്ക് വന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയും പേര് വരുമ്പോൾ കാണുമ്പോഴോ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഓണത്തിന് പ്രത്യേകിച്ച് ഞാൻ മാത്രമല്ല, മലർ മിസ്സൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ഓണം ആഘോഷിക്കുമ്പോൾ വലിയ രസമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഒരു പിള്ളേർ സെറ്റിനെ കാണുമ്പോൾ അതിൻ്റെതായ സന്തോഷമുണ്ട്. അത് തുടർന്നും പോട്ടെ. പ്രത്യേകിച്ച് ഹരി ന്യൂസ് 18 വന്നത് വലിയ രീതിയിൽ ന്യൂസ് 18 തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അവനെ നന്നായി നോക്കണം കേട്ടോ. നിങ്ങൾ അതെ, ടിനി ടോം വിനയ് ഫോർട്ടിനെ അവതരിപ്പിക്കുമ്പോൾ വിനയ് ഫോർട്ടിനെ അവതരിപ്പിച്ചതുപോലെ നല്ല കമന്റ്. ഇനി സാക്ഷി തന്നു. വിനയ് ഫോർട്ട് കണ്ടെത്തിയല്ലോ, കണ്ടെത്തിയ ശേഷം ഞാൻ വേറെ പോവാം. ഓക്കെ ഞാൻ അല്ലാതെ പോവാം. നമുക്ക് കുറച്ച് പേര് ഇവിടെ വരുന്ന രീതിയിൽ ഒരു സ്കിറ്റ് ആയിട്ട് തന്നെ പോവാം. ശരി. എന്തായാലും എൻ്റെ അടുത്ത് കൊച്ചുപ്രേമൻ ചേട്ടനുണ്ട്. കൊച്ചുപ്രേമൻ ചേട്ടൻ ഈ ന്യൂസ് 18 ഓണത്തെ പറ്റി എന്താ പറയാനുള്ളത്? ന്യൂസ് 18 ഓണം അത് വളരെ ഗംഭീരമായിരുന്നു കേട്ടു. അത് ഓണത്തില് സദ്യ വിളമ്പുമ്പോ ഇവിടെ തെക്കന്മാരും മലബാറികളെ എല്ലാരും കൂടെ ചേർന്ന് ആഘോഷമാക്കിയെന്ന്. എന്തായാലും നമുക്ക് ഇതിപ്പോ സംസാരിക്കാനായിട്ടാ സുരേഷ് കൃഷ്ണയുണ്ട്. സുരേഷ് കൃഷ്ണയോടും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ഓണമാകുമ്പോ ഇവിടെ മസാലപ്പൊടിയും സദ്യയൊക്കെ വിളമ്പും. അതിനൊക്കെ നിങ്ങളൊക്കെ വേറെ അർത്ഥം കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമോ. പിന്നെ തെക്കനും മലബാറിയും എല്ലാം കൂടെ അങ്ങ് കൊഴിച്ച് ചേർത്ത് നിങ്ങൾ തന്നെ അങ്ങ് തിന്നാ മതി. എന്നെ ഒന്നും കൂട്ടണ്ട അതിനകത്ത് കേട്ടോ. തെക്കൻ പവർ ആരാ മലബാറിന് വേണ്ടി എതിർക്കാൻ ആരാ ഉള്ളത്? അനുശ്രീയെ അഭിമാനപുരസ്സരം സമർപ്പിക്കുന്നു. എന്താണ് ചെയ്യാ? മൈക്ക് പാട്ടുപാടി എതിർത്തേരാ. ഓക്കെ ശരി, പാട്ടുപാടി നീ ധൈര്യം തോപ്പിക്കടാ. ഉറപ്പ് പാട്ടുപാട്. അടുത്ത പാട്ടിപ്പോരും വരി എടുക്കണ്ട്. വരി നോക്കി പാടണം. ഞങ്ങൾ നോക്കാതെ പാടും. ആദ്യം പഠിച്ച് വന്നിട്ട് ഇവിടെ വന്ന് പാടായിരിക്കും. സ്പോണ്ടേനിയസ് നോക്കി പാടുന്നു. എനിക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് വരി എടുക്കണം. കാരണം ഞാൻ ഇപ്പോഴാണ് പാട്ടിനെ പോട്ടെ. നിങ്ങൾ ഗൂഗിൾ തലമുറ ആയി പോയില്ലേ? ഞങ്ങളെ പോലെ പഴയ ഓർമ്മശക്തിയുള്ള തലമുറ അല്ലല്ലോ. ഞങ്ങൾക്ക് ഗൂഗിളൊന്നും വേണ്ട. ഞങ്ങൾ നല്ലത് പറയാം. ആണോ? അന്ന് കലാഭവമണി മരിച്ച ദിവസം പറയും. മാർച്ച് 6. പിന്നല്ലാതെ നീ പാട്. പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാൻ. ഞാൻ പാട്ട് അനുശ്രീ പാടുന്ന മിണ്ടരുത്. ശരിയല്ലായിരിക്കരുത്. വാർക്കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ചാർത്തുകയാ. ആശകൾ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളും പാടുകയാ. കലാലോലം കണ്ണുകൾ കിളിച്ചിന്തായി കൽപ്പന നറും തേനോ നിൻ സ്വരം നിലാപ്പൂവോ നിന്മനം മിഴിക്കോണിൽ അഞ്ജനം മൊഴിപ്പൂവിൽ സാന്ത്വനം കിനാവാകും മഞ്ചലിൽ വരൂ നീ എൻ ജീവനിൽ ദ്വാദശിയിൽ മണിദേവിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ. ഞാൻ കാര്യം പറയട്ടെ. സുജാത ചേച്ചി പാടിയ പാട്ടാണ് അല്ലേ? അതെ, സുജാത ചേച്ചി പാടിയ പാട്ടാണ്. അപ്പൊ ന്യൂസ് 18 സുജാതയെ കിട്ടി. അവിടെ ഒരു ടിനി ടോം വന്നിട്ടുണ്ട്. കുഴപ്പമില്ല.
ശരി, നിങ്ങൾ ഇതിനെ പറഞ്ഞ ഡിലീറ്റ് ആവുന്നത് അത് കുഴപ്പമില്ല, അവൻ പ്രോത്സാഹിപ്പിച്ചതാ. നീയല്ലേ പറഞ്ഞു പാടി തോപ്പിക്കാന്ന്. അതിഗംഭീരമായി പാടി കേട്ടോ, ശരിക്കും നന്നായി പാടി. എനിക്കറിയില്ല, കാരണം ഈ പാറപ്പുറത്തിട്ട് വരയ്ക്കുന്ന ശബ്ദമാണ് സാധാരണ വർത്താനം പറയുമ്പോ. അതിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് ഈ സൗണ്ട് വന്നേന്നൊരു സംശയം. ഉള്ളിന്ന് വന്നാണ്. റൈറ്റ്. അപ്പൊ അജയ് ഹരി പാടി തോപ്പിക്കുന്നില്ല. ഞാനല്ല, പഠിപ്പിക്കാം.